നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 57. അലയേറുമാഴിയിലുണ്ട് അനന്തമായ കല, ഇതു കല്യയനാദി കാര്യമാകും. സലിലരസാദി ശരീരമേന്തി നാനാവുല ഗുരുവായി ഉരുവായി നിന്നിടുന്നു. കടൽ പൂർണ്ണമായി ശാന്തമാകാൻ പോകുന്നില്ല. അതും മനസ്സും ഒരുപോലെ തന്നെ. അതല്ല, ഒരു ദിവസം കടൽ ആട്ടമില്ലാതെ കിടക്കുന്നു എന്നിരിക്കട്ടെ, മനസ്സും അടങ്ങിയിരിക്കുന്നു എന്ന് വിചാരിക്കാം. നിശ്ചലമായി കിടക്കുന്ന കടലിൽ നിന്നും ഒരു തുള്ളി വെള്ളം തൊട്ട് നാക്കിൽ വെച്ച് നോക്കുക. അപ്പോൾ അതുവരെ കണ്ണുകൊണ്ട് മാത്രം മനസ്സിലാക്കിയ കടലിൽ നിന്നും തുലോം ഭിന്നമായ ഒരറിവ് മനസ്സിലേക്ക് കടന്നു വരും. അതിനെ വെള്ളത്തിൻ്റെ രസമായി നാം മനസ്സിലാക്കുന്നു. ഉപ്പുവെള്ളം. അത് കുടിക്കാൻ കൊള്ളുകയില്ല. ഇവിടെ നാം ജലത്തിൻ്റെ കേവലമായ ഉണ്മയിൽ നിന്നും അതിൻ്റെ മൂല്യത്തെ നിരൂപണം ചെയ്യുന്ന ലോകത്തിലേക്ക് പോയിരിക്കുന്നു. കടൽ ചലനമില്ലാതെ കിടക്കുന്നത് കൊണ്ട് മാത്രം അതിലെ കാര്യകാരണ കർത്തൃത്വം ഇല്ലാതായി പോകുന്നില്ല. നല്ല ഉറക്കത്തിൽ നമ്മുടെ മനസ്സും അലയറ്റ ആഴി പോലെ മൗനമൂകമാണ്. കടലിലായാലും മനസ്സിലായാലും എത്രയെത്ര സാധ്യതകളാണ് മറഞ്ഞു കിടക്കുന്നത്. രണ്ടും അനന്തമായ കലകളുടെ നികേതനമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ കടലിനേക്കാൾ സുപ്രധാനമാണ് സംസാരസാഗരം, സംവിത് സാഗരം, കാരുണ്യക്കടൽ, ആദിമഹസ്സിൻ്റെ ആഴം മുതലായവ. ഒരേ അറിവ് തന്നെയാണ് ഇതെല്ലാം. സുഖദുഃഖ സമ്മിശ്രമായിരിക്കുമ്പോൾ അത് സംസാരസാഗരമാണ്. തത്വനിരൂപണം ചെയ്യുമ്പോൾ അറിവ് സംവിത് സാഗരമായിരിക്കുന്നു. ഈശ്വരീയമായ കാരുണ്യത്തിൻ്റെ മഹിമ ആലോചിക്കുമ്പോൾ കാരുണ്യക്കടലായും, ധ്യാനനിരതമായിരിക്കുന്ന മനസ്സിന് ആദിമഹസ്സിൻ്റെ ആഴമായും അറിവ് അനുഭവപ്പെടും. മായയെ അനാദികാലം മുതൽ വിവിധവും വിചിത്രവുമായ വിക്ഷേപങ്ങളെ ഉണ്ടാക്കുന്ന അവിദ്യയെന്ന് പറഞ്ഞു പോരുന്നു. അനാദിയായ ഒന്നിന് പ്രാരംഭമില്ല. സ്ഥാണുവായിരിക്കുന്ന ബ്രഹ്മം, ചലനാത്മകമായിരിക്കുന്ന ജഗത്ത് എന്നിങ്ങനെയെല്ലാം വ്യവഹരിക്കുന്നത് അറിവിലുള്ള ഭേദചിന്ത കൊണ്ടാണ്. കാര്യമില്ലാതെ കാരണമില്ല. വർത്തമാനകാലത്തെ അപേക്ഷിച്ചാണ് ഭൂതകാലമെന്നും ഭാവി എന്നും വ്യവഹരിച്ചു പോരുന്നത്. ഉലകം എന്ന് പറയുന്നത് ഗുണധർമ്മ വൈജാത്യങ്ങളുടെ വ്യവഹാരം നടക്കുന്ന ഇടമാണ്. ഏതെങ്കിലും ഒരു ധർമ്മത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നത് ഒരു വസ്തുവായി എണ്ണപ്പെടും. അതിന് ഉദാഹരണമാണ് സലിലവും രസവും, ഉപ്പുവെള്ളവും അതിൻ്റെ രസവും. ഇത് ഉപ്പ്, ഇതെനിക്ക് അഹിതം, ഇത് മധുരം, ഞാനത് ഇഷ്ടപ്പെടുന്നു എന്നിങ്ങനെ ഗുണധർമ്മ വിവേചനം ചെയ്ത് ഒരു മൂല്യത്തിൻ്റെ ലോകത്തിൽ നിന്നും വേറൊരു മൂല്യത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരാൾ അതിൽ നിന്നും വിരമിച്ചാൽ അയാൾ നിറുത്തിയിടത്തു നിന്നും വേറെ 10 പേർ പുതിയതായി വ്യവഹാരം തുടങ്ങും. ജീവലോകം എന്നും അന്വേഷിക്കുകയാണ്. വിരയുന്നു മനുഷ്യനേതിനോ തിരിയാ ലോകരഹസ്യം എന്നുള്ള കവിവചനം വാസ്തവമായിരിക്കുന്നു.
വിശ്രമമില്ലാത്ത ഈ തിരച്ചിൽ എന്ന് തുടങ്ങി എന്നവസാനിക്കും എന്ന് ആർക്ക് പറയുവാൻ കഴിയും? 1000 ചതുർയുഗങ്ങൾ കൂടുമ്പോഴാണ് ബ്രഹ്മദേവൻ കണ്ണു ചിമ്മുന്നതെന്നും അതാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമെന്നും, അതുമാതിരി 1000 ബ്രഹ്മസംവത്സരം കഴിയുമ്പോഴാണ് ഒരു ബ്രഹ്മാവ് പോയിട്ട് വേറൊരു ബ്രഹ്മാവ് വരുന്നതെന്നും കാലത്തിൻ്റെ ദൈർഘ്യം കാണിക്കുന്ന കഥകൾ യോഗവാസിഷ്ഠത്തിൽ പറഞ്ഞിരിക്കുന്നു. ആധുനിക ശാസ്ത്രത്തിൽ വെളിച്ചത്തിൻ്റെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സൂക്ഷ്മരേണുവിന്, അതായത് പാർട്ടിക്കിൾ, ഒരു പരമാണുവിൻ്റെ ഹൃദ്സ്ഥാനത്തിരിക്കുന്ന കന്ധത്തെ, ന്യൂക്ലിയസിനെ കടന്നു പോകുന്നതിന് 10 പാർട്ടിക്കിൾ സെക്കൻഡ് വേണമെന്ന് പറയുന്നു. ഒരു പാർട്ടിക്കിൾ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 0.0000000000000000000001 സെക്കൻഡാണ്. ഇങ്ങനെ കാലത്തിനെ തന്നെ 2 വശത്തേക്ക് എടുത്താലും അവധിയില്ല. അവധിയില്ലാത്ത നാശത്തിൽ കൂടി ഉണ്മയുടെ അവധിയില്ലാത്ത നാശവും എന്നുമെന്നും തുടർന്നുകൊണ്ട് തന്നെയിരിക്കുന്നു.